ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിന്റെ ചുരുളഴിയുകയാണ്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തി. മൃതദേഹം പല കഷ്ണങ്ങളായി വിവിധയിടങ്ങളിൽ മറവ് ചെയ്തു. ജൈനമ്മ തിരോധാന കേസിന്റെ ചോദ്യം ചെയ്യലിടെയാണ് ബിന്ദുവിനെ കൊന്നുവെന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയത്. കുറ്റസമ്മത മൊഴി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി. സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് വേളാങ്കണ്ണിയിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തും. കേരളത്തിന് പുറത്താണ് ഈ കൊലപാതകം നടന്നതെന്നാണ് സൂചന. റിമാൻഡ് റിപ്പോർട്ട് ന്യൂസ് 18 ലഭിച്ചു. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. പിന്നീട് 2017, അതായത് 9 വർഷത്തിന് ശേഷമാണ് ബിന്ദുവിൻ്റെ സഹോദരൻ പ്രവീൺ ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിക്കുന്നത്, പോലീസിന് പരാതി നൽകുന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും 8 വർഷം നീണ്ട കാത്തിരിപ്പ്. ഒടുവിൽ സത്യം തെളിയുന്നു. സീരിയൽ കില്ലർ സെബാസ്റ്റ്യനാണ് കൊലപാതകം നടത്തിയെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തിനാണ് സെബാസ്റ്റ്യൻ ബിന്ദുവിനെ കൊലപ്പെടുത്തിയത്? എവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയത്? കൊലപാതകത്തിന് ശേഷം മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തത്? ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? പ്രതി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ശരണ്യ. എന്തായാലും വരും ദിവസങ്ങളിൽ, ഇപ്പോൾ 7 ദിവസത്തെ കസ്റ്റഡി കഴിഞ്ഞ ദിവസം കോടതി അനുവദിച്ചിരുന്നു, ക്രൈംബ്രാഞ്ചിൽ കസ്റ്റഡി അനുവദിച്ചിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായും പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പായിരിക്കും നടത്തുക. സംസ്ഥാനത്തിന് പുറത്താണ്, അതായത് വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മൃതദേഹം മറവ് ചെയ്തുവെന്ന സൂചനയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ പ്രതിയുമായി ക്രൈംബ്രാഞ്ച് വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ്. അവിടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച്, ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കാരണം 19 വർഷം മുൻപാണ് ഈ സംഭവം നടന്നത്, ഈ കൊലപാതകം നടന്നത്, മൃതദേഹം മറവ് ചെയ്തത്. സ്വാഭാവികമായും ഇത് എവിടെയാണ് മറവ് ചെയ്തതെന്ന് പ്രതി ഏതെങ്കിലും രീതിയിൽ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് കണ്ടെത്തുക ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളുണ്ട്. സ്വാഭാവികമായും അത്തരം വെല്ലുവിളികളൊക്കെ മറികടന്നുകൊണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കങ്ങൾ. ശരണ്യ, ഈ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷേ എവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയത്? ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയാണ് മറവ് ചെയ്തത്? ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ടോമ, ഈ ചേർത്തലയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ തിരോധാനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെയും കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ ടീം സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളെ, പ്രത്യേകിച്ച് ആയിഷയും ബിന്ദു പത്മനാഭനും അടക്കമുള്ള സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. കൃത്യമായൊരു എവിഡൻസിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും അതിൻ്റെ ആദ്യ കടമ്പ എന്നോണമാണ് കോടതിയിൽ നൽകിയ, ചേർത്തല കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട്. ഈ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്നുള്ളത് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ കുറ്റസമ്മത മൊഴി സെബാസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് എന്നുള്ള നിർണായകമായ വിവരം ക്രൈംബ്രാഞ്ച് CI ആയ ഹേമന്ത് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹേമന്തിന് ഈ കേസ് അന്വേഷണത്തിൽ തനിക്ക് സെബാസ്റ്റ്യൻ ഈ ബിന്ദു പത്മനാഭനെ കൊല ചെയ്യപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ അക്കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിബുദ്ധിമാനായ ക്രിമിനലായിരുന്നു, സീരിയൽ കില്ലറായിരുന്നു സെബാസ്റ്റ്യൻ. ആ സെബാസ്റ്റ്യനെ ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക.
വളരെ പ്രധാനപ്പെട്ട ജൈനമ്മ തിരോധാന കേസ് മാത്രമല്ല, ആയിഷ തിരോധാനവും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ തിരോധാനം അടക്കമുള്ള നേരിട്ട് ഇൻവോൾവ്മെന്റ് സെബാസ്റ്റ്യൻ ഉണ്ട് എന്ന് കൃത്യമായി പോലീസിന് ഇപ്പോൾ തന്നെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കേസുകളിൽ സെബാസ്റ്റ്യന് പിടിവീഴും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. 6 ദിവസം വളരെ നിർണായകമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അവരെ പലയിടങ്ങളിലായി സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവ് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്ത്രീകൾ പള്ളിപ്പുറത്തെ വീടും മറ്റു പലയിടങ്ങളും കേന്ദ്രീകരിച്ച് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ മാത്രമല്ല ചിലപ്പോൾ ഈ കേസിൽ ഉൾപ്പെടാൻ പോകുന്നത്. ചില ആളുകൾ കൂടി, പുറത്തുനിന്നുള്ള മറ്റു ചില ആളുകൾ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവരും പ്രതിപട്ടികയിലേക്ക്, ഈ സെബാസ്റ്റ്യന് സഹായം നൽകിയവരെന്ന നിലയിൽ പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ലാൻഡ് മാഫിയ, സംസ്ഥാന വ്യാപകമായുള്ള ഒരു ലാൻഡ് മാഫിയയുടെ ഇടപെടൽ വ്യക്തത വന്നിട്ടുണ്ടോ ശരണ്യ? കാരണം സെബാസ്റ്റ്യനും ഇയാളുടെ സുഹൃത്തും ചേർന്നാണ് കൊലപാതകം നടത്തിയെന്ന ചില സൂചനകൾ തുടക്കത്തിൽ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ്? സെബാസ്റ്റ്യൻ തനിച്ചാണോ കൊലപാതകം നടത്തിയത്? അതിനുശേഷം ഈ മൃതദേഹം മറവ് ചെയ്യാൻ ആരുടെയെങ്കിലും സഹായം സെബാസ്റ്റ്യന് ലഭിച്ചിട്ടുണ്ടാകും. എന്താണ് സെബാസ്റ്റ്യൻ ഈ ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ചിനോട് വ്യക്തമാക്കിയത്? ടോമ, ഈ കേസിനകത്ത് ഇനിയും വളരെ നിർണായകമായ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അന്വേഷണം സംഘം അത് വളരെ അതീവ രഹസ്യമായി തന്നെ അവർ അത് സൂക്ഷിക്കുന്നു. പക്ഷേ അവർക്ക് കൃത്യമായ കോൺഫിഡൻസ് ഉണ്ട് ഈ കേസുകൾ തെളിയിക്കാൻ കഴിയുമെന്നുള്ളത്. സെബാസ്റ്റ്യനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് അന്വേഷണ സംഘം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിന് ഈ വെപ്പൺസ്, അതായത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഒപ്പം തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഡിസ്പോസ് ചെയ്തതിന്റെ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും പള്ളിപ്പുറത്തെ വീടും അതല്ലാത്ത ഇടങ്ങളിലും ഈ സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ, അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി നമുക്കറിയാം, ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ടാണ് പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഈ അസ്ഥികൾ കണ്ടെത്തുന്നത് കഴിഞ്ഞ ജൂലൈ 24-നാണ്. ആ ജൂലൈ 24 കൂടിയാണ് ബിന്ദു പത്മനാഭൻ അടക്കമുള്ള കടക്കരപ്പള്ളി സ്വദേശിനിയുടെ സംഭവങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. എന്നാൽ ബിന്ദു 2006 മുതൽ മിസ്സിംഗ് ആണ് എന്നുള്ളതും 2006 മുതൽ ജീവനോടെ ഇല്ല എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. ആ 2006 ശേഷം 2017-ലാണ് ഇതിന്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ നൽകുന്ന കേസ് പരാതി എന്ന് പറയുന്നത് സ്വത്ത് തട്ടിയെടുത്തു എന്ന് മാത്രമല്ല, ഒരു ഭൂമാഫിയ ഇടപെടൽ നടത്തി സ്വത്ത് തട്ടിയെടുത്തു, തന്റെ സഹോദരിയെ കാണാനില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു നൽകുന്നത്. അതിന്മേൽ പിന്നീട് FIR വീഴുന്നതടക്കം, അതായത് ഈ 2017-ലേക്ക് വരുമ്പോൾ 2013-ലെ ബിന്ദുവിന്റെ ഭൂമി വിറ്റ്, ബിന്ദുവിന്റെ 3 ഏക്കറോളം വരുന്ന ഇടപ്പള്ളിയിലടക്കമുള്ള ഭൂമി വിറ്റ് സമ്പന്നനാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അയാൾ പുറമെ ഇതൊന്നും കാണിക്കില്ലെങ്കിലും അയാളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ അന്വേഷണ സംഘത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ, ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സെബാസ്റ്റ്യന് മേൽ FIR വീഴാൻ 60 ദിവസം വേണ്ടി വന്നു പട്ടണക്കാട് പോലീസിന് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ചേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ AG ലാലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നപ്പോൾ 6.5 മാസം വേണ്ടി വന്നു സെബാസ്റ്റ്യനെ പിടിക്കേണ്ടി. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ നശിപ്പിച്ചിട്ടാണ് സെബാസ്റ്റ്യൻ വളരെ ട്രെയിൻഡ് ആയിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലേക്ക് ഈ കേസിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഇത്രയും കാലം എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കാര്യക്ഷമമായ അന്വേഷണം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീകളുടെ തിരോധാനം എല്ലാം ഇവർ അൺഡിക്റ്റഡ് ആയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ കേസുകൾ അൺഡിക്റ്റഡ് ആയി എഴുതിത്തള്ളുന്നതിനപ്പുറത്തേക്ക് മറ്റ് ഡെവലപ്മെന്റ്സ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജൈനമ്മ കേസിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി കോട്ടയത്തെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അന്വേഷണ സംഘം, അവരങ്ങനെ തന്നെ നമ്മൾ പറയണം, അവർ സെബാസ്റ്റ്യനെ കുടുക്കി എന്നുള്ളതാണ്. ആ കോട്ടയം ടീമിന്റെ ഒരു എഫേർട്ടും അതിനോട് അങ്ങനെ ഒരു പിടിവള്ളി കിട്ടിയപ്പോൾ, തുടക്കം മുതൽ ഒരു കേസിൽ പിടിവള്ളി കിട്ടിയപ്പോഴാണ് അതിനോട് പിടിച്ചു കയറാൻ ആലപ്പുഴ ടീമിനും ആയത്. ഇതൊരു സംയുക്ത അന്വേഷണമാണ്, ഒരിക്കലും ഒരു വ്യത്യസ്ത ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമല്ല, മറിച്ച് സംയുക്തമായൊരു ടീമാണ് കേരള പോലീസിന്റെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കോട്ടയവും ആലപ്പുഴയും ഇപ്പോൾ ആലുവ കൂത്താട്ടുകുളത്തെ കേസുമായി ബന്ധപ്പെട്ട് ആലുവ ക്രൈംബ്രാഞ്ചും ഒക്കെയായി ചേർന്ന് ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്, ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എല്ലാവരും കണക്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്.